വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് നടുവിൻ്റെ ഏതൊക്കെ പോർഷനിലാണ് വേദനയുണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ പറയുന്നത് പോലെ വേദനയുണ്ടായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരാൾക്ക് പോസിറ്റീവും കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നടുവേദന എന്ന് പറയുന്നത്. പക്ഷേ അതിനെങ്ങനെ ഏർലി പ്രഗ്നൻസി സിംറ്റമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നാണ് ആ ഒരു വീഡിയോയിൽ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നടുവിന് ഇതുപോലുള്ള വേദനകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പ്രഗ്നൻസിയുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലുള്ള ടിപ്സ് ഒന്നും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏറ്റവും ആദ്യം പീരിയഡ്സ് ആവുന്നതിന് മുൻപുള്ള നടുവേദന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പീരിയഡ്സിന്റെ സമയത്ത് ഒരു 3-4 ദിവസമൊക്കെ മുമ്പ് പലർക്കും നടുവേദന സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നീട് ഫ്ലോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് നടുവേദന ഒന്ന് കുറവ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് നടുവേദന ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് പ്രിപ്പയർ ആകുന്ന സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് തിക്കണായിട്ടുണ്ടാകും. അതുപോലെ തന്നെ യൂട്രസ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ആയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മളിപ്പോൾ പ്രഗ്നന്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ ഷെഡായിട്ട് പുറത്തേക്ക് പോകണം. അതിന് നമ്മുടെ ശരീരത്തിൽ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാക്കണം. ഈ കോൺട്രാക്ഷന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് പലർക്കും പീരിയഡ്സ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു ഡിസ്കംഫേർട്ട് നടുവിന്റെ ഭാഗത്തൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ കോൺട്രാക്ഷൻസ് കൃത്യമായിട്ട് നമ്മുടെ ഉണ്ടാകുന്ന ശരീരഭാഗം ലോവർ അബ്ഡമനും അതുപോലെ ലോവർ ബാക്കിന്റെ പോർഷനാണ്. അതിനുശേഷം നമുക്ക് പീരിയഡ്സ് ആയി കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ ഇതങ്ങടെ ക്ലിയർ ആയി പോകാനായിട്ടാണ് ചാൻസ് കൂടുതൽ കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന നടുവേദനയാണെന്നെങ്കിൽ ഇത് പീരിയഡ്സ് ആ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് തുടങ്ങി 2 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകും. എന്നാൽ നേരെ മറിച്ച് ഇത് കൂടുതലായിട്ട് മുൻപോട്ടേക്ക് പോവുകയാണെങ്കിലാണ് നമ്മളൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരേണ്ടത് കേട്ടോ. ഈ ഡിസ്കംഫേർട്ട് വന്നു കഴിഞ്ഞാൽ 2-3 ഡേയ്സിനകത്ത് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. ചില ആളുകൾക്കൊക്കെ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടും ആ ഒരു ഫ്ലോ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു വേദന ഡിസ്കംഫേർട്ട് ഒക്കെ ഉണ്ടായിട്ട് ബ്ലീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു റിലീഫ് ആ പെയിനിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. കാരണം ചില സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് 7 ഡേയ്സ് ഫുള്ളും ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഡിസ്കംഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഡിസ്കംഫർട്ട് അതിന് ആ ബ്ലീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നടുവിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടൊക്കെയാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന നടുവേദന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷൻ നമുക്ക് അവിടെ സക്സസ്ഫുൾ ആകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേയ്സ് മുതലാണ്. നിങ്ങൾ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ബോഡി പ്രിപ്പയർ ആയിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്താണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ്. ഒരു 9ാമത്തെയും 10ാമത്തെയും ദിവസമൊക്കെ മാക്സിമം ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാകും. ഇംപ്ലാന്റേഷൻ എന്നൊരു പ്രോസസ്സിന്റെ വീഡിയോസ് ഒക്കെ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മുടെ യൂട്രസിനകത്തേക്ക് പറ്റിപ്പിടിക്കുന്നതിന് മുൻപ് അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കണ്ട് അവിടുത്തെ കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇത് ഇംപ്ലാന്റ് ആവുന്നത്. നമ്മുടെ ശരീരത്തിലോട്ട് ഒരു കാര്യം ഒന്ന് പറ്റിപ്പിടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവിടെയും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ആ ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇംപ്ലാന്റ് ആകുന്ന സമയത്തും ചെറിയൊരു ഡിസ്കംഫേർട്ട് നമുക്ക് അവിടെ വയറിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യാം. ഇതേ വ്യത്യാസം തന്നെയാണ് നമുക്ക് തൊട്ട് പുറകിലുള്ള നടുവിന്റെ ഭാഗത്തും ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്രഷർ എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ ഇൻക്രീസ് ആകാറുണ്ട്. ഈ റിലാക്സിൻ ഹോർമോൺ ആണ് യൂട്രസ് സ്ട്രെച്ച് ആകുന്ന സമയത്ത് ആ ഒരു സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു വേ അവിടെ ഒരുക്കുന്നത്. ഇത് ഓപ്പൺ ആകുന്ന ഇതിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് റിലാക്സിൻ ഹോർമോൺ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ആ ഒരു മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രഷർ നേരെ പുറകിലുള്ള ശരീരഭാഗത്തോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടുവിന്റെ ഭാഗത്തും ഇതുപോലുള്ള വേദനകൾ ഉണ്ടാകാം കേട്ടോ. മൂന്നാമത്തെ റീസൺ ആണ് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് വരുന്നത്. പ്രൊജസ്ട്രോണും പല സമയത്തും പലതരത്തിലുള്ള ഡിസ്കംഫർട്ടും നമുക്ക് ഉണ്ടാകാറുണ്ട്. പ്രൊജസ്ട്രോണിന്റെ ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കി തന്നില്ലെങ്കിലും പ്രൊജസ്ട്രോൺ മൂലം ഉണ്ടാകുന്ന മറ്റു പല ഡിസ്കംഫർട്ടും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കി തരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് കൂടാറുണ്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. അതിന്റെ ഭാഗമായിട്ട്
മുതുകിന്റെ പോർഷനിൽ, അതായത് ഏറ്റവും ലോവർ പോർഷനിലല്ല, നമ്മുടെ നടുവിലെ ഏറ്റവും മുകളിലുള്ള പോർഷനിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഗ്യാസ് വന്ന് കൂടുതലായിട്ട് തിങ്ങുമ്പോഴാണ് ഇതുപോലുള്ള നേരെ പുറകിലുള്ള, നമ്മുടെ നെഞ്ചിന്റെ നേരെ പുറകിലുള്ള പോർഷനിൽ നമുക്ക് ഇതുപോലെ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ HCGയുടെ ഇൻക്രീസ് കൊണ്ടുണ്ടാവുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ നമുക്ക് മോഷൻ പോകാത്ത സിറ്റുവേഷൻ, 2-3 ദിവസമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ പോകാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടുവിന്റെ ഭാഗത്തും വേദനയായിട്ട് നമുക്ക് ഉണ്ടാകും. മോഷൻ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ നടുവേദനയ്ക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും അത് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ മൂലമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഒരു മോഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതാണ് നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട്. ഇനി ഇതിന്റെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീരിയഡ്സിന്റെ മുൻപുണ്ടാകുന്ന ഒരു വേദന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പീരിയഡ്സ് ആകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ വേദന നമുക്ക് ഇംപ്ലാന്റേഷന്റെ ഡേറ്റ് മുതൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇംപ്ലാന്റേഷൻ ഡേറ്റിന്റെ ഒരു 9th ഡേ മുതൽ തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിലും തൊട്ട് അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. ഇനി പീരിയഡ്സിന്റെ വേദനയാണോ പ്രഗ്നൻസിയുടെ വേദനയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പീരിയഡ്സിന്റെ വേദനയ്ക്ക് കുറച്ച് കാഠിന്യം കൂടുതലായിരിക്കും. ആ കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ കൂടി വന്ന് പിന്നീട് അത് അവസാനിച്ച് പോവുകയാണ് ചെയ്യാറ്. എന്നാൽ പ്രഗ്നൻസിയുടെ വേദനയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു ക്രാംസ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. നമുക്ക് വേദന ഉണ്ടാകും, പക്ഷെ അതൊരിക്കലും അസഹനീയമായിട്ടുള്ള രീതിക്കുള്ളതായിരിക്കില്ല നമുക്ക് ഉണ്ടാകുന്നത്. കാരണം കുഞ്ഞ് അവിടെ ഗ്രോ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ, ആ പ്രോസസ് ഒക്കെ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ വേദനയാണ് നമുക്കെങ്കിൽ ഇടവിട്ടുള്ള ഗ്യാപ്പിലായിരിക്കും നിങ്ങൾക്ക് ആ വേദന ഉണ്ടാകുന്നത്. കുറച്ചു നേരം ഉണ്ടാകും, പിന്നെ നമുക്ക് റിലാക്സേഷൻ കിട്ടും, പിന്നെയും ആ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു ഏർലി പ്രഗ്നൻസിയുടെ പെയിൻ നമുക്ക് ഏതൊക്കെ പാർട്സ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് നടുവിന്റെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഏറ്റവും കൂടുതൽ ആ ഒരു ഒറ്റ ഭാഗത്ത് നമ്മുടെ ആ ഒരു ജോയിൻ ആകുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും കൂടി ജോയിൻ ആകുന്ന ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുതുകിന്റെ ഭാഗത്തും നിങ്ങൾക്ക് ഉണ്ടാകാം. ഇനി ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ പകുതിക്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത് നേരെ നമ്മുടെ വയറിന്റെ പുക്കിളിന്റെ തൊട്ട് പുറകിലുള്ള പോർഷനിൽ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകാം. കാരണം യൂട്രസ് ഗ്രോ ആയിട്ട് തുടങ്ങുകയാണ്, അതിന്റെ ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്റെ പ്രഗ്നൻസിയിൽ, സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ എനിക്ക് ആ ഒരു ബാക്കിന്റെ പോർഷനിൽ, നേരെ മുതുകിന്റെ പോർഷനിലായിരുന്നു വേദന വന്നുകൊണ്ടിരുന്നത്. കുറച്ചധികം നേരം നിൽക്കുമ്പോഴേക്കും ആ ഒരു ഡിസ്കംഫർട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നീണ്ടു നിവർന്ന് എവിടെയെങ്കിലും ഒരു ഡിസ്കംഫർട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കിടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രിഡ്ജ് പോസ് എക്സസൈസ്. ഇത് നമ്മൾ പ്രഗ്നൻസി സമയത്താണെങ്കിലും ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ ആ ഒരു ബാക്കിന്റെ ഒരു മസിൽസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നു. ആ സ്ട്രെച്ചുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്, വേദന ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡിസ്കംഫർട്ട് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മണിക്കൂറാണെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ അടുക്കളയിൽ നിൽക്കാതിരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ജോലി ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡിസ്കംഫർട്ട് കൂടി വരുമ്പോഴേക്കും നിങ്ങൾ ഡോക്ടറെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ് നിങ്ങൾക്ക് തരാറുണ്ട്. സാധാരണ നമ്മുടെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നടുവിന്റെ പോർഷനൊക്കെ ആ ഒരു എക്സ്പാൻഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ബോഡിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് കാൽസ്യത്തിന്റെ മെഡിസിൻ എടുക്കുന്നത് ആ ഒരു എല്ലിനൊക്കെ ബലക്ഷയം ഉണ്ടാക്കുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുതൽ തന്നെ നമ്മൾ കാൽസ്യത്തിന്റെ സപ്ലിമെന്റ് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിൽ കാൽസ്യം വേണ്ടതുകൊണ്ട് അത് ലാസ്റ്റ് നമ്മുടെ ആ ഒരു മസിൽസിൽ നിന്നൊക്കെ, നമ്മുടെ ബോൺസിൽ നിന്നൊക്കെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ഇതുപോലെയുള്ള ബാക്ക് പെയിനും അതുപോലെ മുട്ടിന് വേദനയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും കേട്ടോ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള നടുവേദനയൊക്കെ തുടങ്ങുമ്പോഴേക്കും അത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നീർക്കെട്ട്, നടുവിന് നീർക്കെട്ടൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഓൾറെഡി കിട്ടിയ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ പെയിൻ കില്ലേഴ്സ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമായിരിക്കണം. നേരത്തെയുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ല, ജസ്റ്റ് ആ ഒരു വേദന വന്നപ്പോൾ നിങ്ങളുടെ ലൂട്ടിയൽ ഫേസിൽ നിന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടെടുത്ത പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം അത്. കാരണം പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് പറ്റുന്ന പെയിൻ കില്ലേഴ്സ് ഉണ്ട്, പ്രഗ്നൻസി ആകാത്തവർക്ക് വേണ്ടുന്ന പെയിൻ കില്ലേഴ്സും ഉണ്ട്. ആ ഡോസേജിൽ വ്യത്യാസം വരുമ്പോഴേക്കും പലപ്പോഴും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുക. ചെറു ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത്, നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം ഇട്ട് കുളിക്കുന്നത് നമുക്ക് ആ ഒരു വേദന റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.